ഒരു ചേടത്തി എൻ്റെ അടുത്തുകൊണ്ട് പറഞ്ഞു, ഇവിടെ വെളിച്ചെണ്ണൊക്കെ വെഞ്ചിരിക്കാൻ, തിരി വെഞ്ചിരിക്കാൻ, പേന വെഞ്ചിരിക്കാനൊക്കെ കുട്ടികൾ കൊണ്ടുവരല്ലോ. അപ്പോൾ ഒരു ചേടത്തി കൊണ്ടുവരും, അച്ചോ ഇതൊന്ന് വെഞ്ചിരിക്കണം, അവിടെ വെച്ചോളൂ. അപ്പം ഞാൻ പറഞ്ഞു, എന്താ അത്? വെഞ്ചിരിച്ചാൽ മതി. ചേടത്തി എന്താന്ന് പറ, വെഞ്ചിരിച്ചാൽ മതി അച്ഛാ. ചേടത്തിയ ഇത് പുസ്തകത്തിൽ എണ്ണ വെഞ്ചിരിപ്പ്, തിരി വെഞ്ചിരിപ്പ്, കിണർ വെഞ്ചിരിപ്പ് ഒക്കെ ഉണ്ട്. അപ്പൊ എന്താ വെഞ്ചിരിപ്പ് എന്ന് പറ, എന്നിട്ടല്ലേ വെഞ്ചിരിക്കാൻ പൊതിഞ്ഞിട്ട് വെച്ചുള്ളത്. ചേടത്തി പറ, അല്ലാതെ വെഞ്ചരിച്ചാൽ മതി അച്ചോ. ചേടത്തി അത് എന്താന്ന് പറഞ്ഞിട്ട് വേണം വെഞ്ചിരിക്കാൻ. അതൊരു കുപ്പി ബ്രാൻഡിയാണ് അച്ചോ. ബ്രാൻഡിയാ? അത് ബ്രാൻഡിയാണ് അച്ഛൻ വെഞ്ചിരിക്കാൻ. ചേച്ചി പുസ്തകത്തിലില്ല ബ്രാൻഡി വെഞ്ചിരിപ്പ്, ഒരു സാധനം ഇല്ലേ? അല്ല, എന്നാലും അച്ഛൻ വെഞ്ചിരിക്കണം. എന്തിനാ ചേച്ചി? എന്റെ ഭർത്താവ് മകൻ കുടിയിലാണ് അച്ഛാ. അതിന് അച്ഛൻ വെഞ്ചരിച്ച് തന്നാ അങ്ങോട്ട് കൊടുത്താൽ കുടി നിൽക്കും. എന്റെ അമ്മ ഇതാരും ഇങ്ങനെ പറഞ്ഞ്. ഞാൻ പറഞ്ഞു, അങ്ങനെ ചേടത്തി അങ്ങനെ എളുപ്പമാണല്ലോ. എല്ലാ ദിവസവും കാലത്ത് എഴുന്നേറ്റ് ഊറാലിട്ടിട്ട് എല്ലാ ബ്രാൻഡി ഷാപ്പിന്റെ അവിടെ നിന്നിട്ട് ബീവറേജ് വെഞ്ചിരിക്കുന്നു. മൊത്തം വെഞ്ചരിച്ചാ പോലെ, ഇതൊരു കുപ്പിയായിട്ട് വെഞ്ചിരിക്കണേ. അച്ഛനൊന്ന് വെഞ്ചരിച്ച് തരണം. ഇത്തിരി കഷ്ടം നോക്ക്. അവസാനം ഞാൻ കർത്താവേ അനുഗ്രഹിക്കണേ ഇങ്ങനെ കാണിച്ചൊക്കെ കൊടുത്തു വിട്ടു. നമ്മളിങ്ങനെ ബ്രാൻഡിന് വെഞ്ചിരിക്കുക. നിങ്ങൾ ആലോചിച്ച് നോക്കിയ നിങ്ങൾ. അവസാനം ആ ചേടത്തെ കൊണ്ടുപോയി 2 ആഴ്ച അച്ചോ പ്രൈസ് ദി ലോർഡ്, എന്റെ ഭർത്താവ് കൂടി നിർത്തി അച്ചോ. വിചാരിച്ചെന്റെ അടുത്തേക്ക് കൊണ്ടുവരരുന്നിട്ടാ. ഇത് ആ ചേടത്തിയുടെ വിശ്വാസം കൊണ്ടാണ്, അല്ലാണ്ട് ബ്രാൻഡി എന്റെ വെഞ്ചിരിപ്പോണ്ട് ഉണ്ടായതല്ല. തൃശ്ശൂര് അരിയങ്ങാടിയിൽ ലോനപ്പേട്ടൻ മനസ്സുകൾ ഒന്നാവണമെന്നാണ് പ്രാർത്ഥന എന്ന് പറഞ്ഞില്ല. ലോനപ്പേട്ടൻ അരിയങ്ങാടിയിൽ വന്നിട്ട് മറ്റേ പലകത്തെ ഇതാണ്, മറ്റേ ഇതല്ല, പണ്ട് പലക വെച്ചിട്ടുള്ള കടകളാണ്. അതൊക്കെ പലക ഓരോന്ന് മാറ്റിയിട്ട് ആദ്യം കിടക്കും. എന്നിട്ട് അവിടെ ഈശോയുടെ ഹൃദയത്തിന്റെ രൂപമുണ്ട്, മെഴുതിരി ചന്ദനതിരി ഒക്കെ ഉണ്ട്. അതിന് മുന്നിട്ട് യേശുവേ സ്തോത്രം, കച്ചവടം തുടങ്ങാൻ പോവാണ്. മെഴുതിരിയൊക്കെ കത്തിക്കും, ചന്ദനതിരിയൊക്കെ കത്തിക്കും. യേശുവേ സ്തോത്രം, ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ, നല്ല കച്ചവടക്കാരെ കൊണ്ട് തന്നോളൂ കർത്താവേ, ഇന്നത്തെ കച്ചവടം ഉഷാറാണേ, പ്രൈസ് ദി ലോർഡ് എന്ന് പറഞ്ഞിട്ട് ആ 2 മെഴുതിരി എന്തിനു വെറുതെ കത്തിച്ച് കളയണേ? അത് കഴിഞ്ഞിട്ട് ചന്ദനത്തിരി ഉണ്ടല്ല, അതടക്കം ആട് കുത്തിക്കെടുത്തും. നാളെയും കത്തിക്കേണ്ടതല്ലേ, ബിസിനസ്സുകാരനാണേ. അത് കെടുത്തിട്ട് ആ വിരി അങ്ങോട്ട് ഇടും, അടയ്ക്കും. വിരി ഇട്ടിട്ട് പറയും, കർത്താവേ ഇവനെ ഇവിടെ നടക്കണതൊന്നും കണ്ടട്ടാ. നമ്മളൊക്കെ തമ്പുരാന്റെ മുമ്പില് കാണിക്കണ പ്രാർത്ഥനയുണ്ടല്ല. ഒരുത്തൻ കുറെ കടബാധ്യതയാണ്, അപ്പൊ തമ്പുരാന്റെ ഉള്ളിൽ പ്രാർത്ഥിക്കണം. 1 ലക്ഷത്തിന്റെ കടബാധ്യതയുണ്ട്, കർത്താവ് എങ്ങനെയെങ്കിലും ആരെങ്കിലും 1 ലക്ഷം കൊണ്ടുവന്ന് തന്നു കഴിഞ്ഞാൽ എന്റെ കടബാധ്യത മാറ്റിത്തരും. യേശുവേ സ്തോത്രം, ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഇനി അങ്ങനെ ഒരാൾ തന്നാൽ ഞാൻ അതിന്റെ ഒരു 10% 10,000 രൂപ പാവപ്പെട്ടവന് ഞാൻ കൊടുക്കും എന്നും അതിങ്ങനെ പ്രാർത്ഥിക്കാം. നല്ല മനസ്സാണ്. നമുക്ക് കിട്ടുമ്പോ കൊടുക്കാന്ന്. കുറെ നാളായിട്ടും കിട്ടണില്ലേ അവന്. വന്നിട്ട് കർത്താവിന് പറഞ്ഞു, കർത്താവേ എനിക്ക് മനസ്സിലായി, എന്നെ വിശ്വാസമില്ല എന്ന് മനസ്സിലായി. കാരണം ഈ 10,000 കൊടുക്കുന്നുള്ളതിൽ കർത്താവിന് ഉറപ്പില്ല എന്ന് അവന് തോന്നി. എനിക്ക് മനസ്സിലായി എന്നെ വിശ്വാസമില്ല. 10,000 കൊടുക്കുന്നു പറഞ്ഞിട്ട് അത് വിശ്വാസമില്ലാണ്ടല്ലേ. ഞാൻ ഒരു ഉപായം പറഞ്ഞുതരാം. ആ 10,000 പിടിച്ചോ, എനിക്ക് 90,000 തന്നാ മതി. നല്ല മനസ്സാ. കാരണം കർത്താവിനോട് നീ 10,000 പിടിച്ചോ, എനിക്ക് വേണ്ട, ഞാൻ കൊടുക്കണില്ല, അപ്പോ എനിക്ക് 90,000 തന്നാ മതി. സത്യമായിട്ടും പറയുമ്പോൾ കർത്താവിന്റെ സന്നദ്ധിയിലേ നമ്മൾ കച്ചവടമല്ലേ നടക്കണേ. വെറുതെ എൻ്റെ അടുത്ത് വരുന്നതൊക്കെ ഞാൻ ഒരു ഉദാഹരണത്തിന് വേണ്ടി പറയണമെന്ന്. അതുകൊണ്ട് അച്ചോ കച്ചവടം വളരെ മോശമാണ്, ആയിക്കോട്ടെ അച്ചോ ഒന്ന് പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കലാണ് നമ്മുടെ പണി, പ്രാർത്ഥിക്കാം. എന്താ കാര്യം? കച്ചവടം നന്നാൻ വേണ്ടി. ശരി, ഒരു ദിവസം പിന്നെ കണ്ടപ്പോൾ അച്ഛൻ നന്നായിട്ട് പ്രാർത്ഥിക്കണില്ല. അവന്റെ കച്ചവടം നന്നായില്ലെങ്കിൽ പ്രാർത്ഥനയുടെ കേടാന്ന് പറയണവൻ. എടാ നിനക്ക് വേണ്ടി എല്ലാ ദിവസവും കുർബാനയുടെ സമയത്ത് പ്രാർത്ഥിക്കണ്ടാ, അച്ഛൻ ശരിക്കും പ്രാർത്ഥിക്കണില്ല. എന്തുട്ട് നിന്റെ കച്ചവടം? അതച്ഛൻ അറിയണ്ട, അച്ഛൻ പ്രാർത്ഥിച്ചാ മതി. പാറയുടെ അപ്പൊ എന്തായാലും കച്ചവടം എന്ന് പറയാ. ആ കച്ചവടം പറയില്ലെങ്കിൽ പ്രാർത്ഥന ഇല്ല. നിന്റെ കച്ചവടം തൊട്ടാ എനിക്ക് ഈ ശവപ്പെട്ടി ഉണ്ടാക്കണ കച്ചവടമാണ്, അച്ഛൻ നന്നായിട്ട് ശവപ്പെട്ടി കച്ചവടം പ്രാർത്ഥിക്കണം, നല്ലോണം പ്രാർത്ഥിക്കണം. എന്തിനാണ്? ശവപ്പെട്ടി ചെലവാൻ. ഇത് ഞാൻ വേറെ ഇടവയിലത്തെ ഒരു അച്ഛൻ പറഞ്ഞു, ഒരുത്തം വന്നിട്ട് പറയണം, അച്ഛൻ്റെ ഇടവയില ആദ്യമായിട്ട് മാറി വന്നപ്പോ ഉണ്ടല്ല, അച്ഛോ നമ്മുടെ പള്ളിയിലത്തെ സൗണ്ട് സിസ്റ്റം അത്ര നല്ലതല്ല. അപ്പൊ അച്ഛൻ എനിക്കും തോന്നി.
അപ്പൊ അത് നമുക്ക് നന്നാക്കണം. ഒരു മിക്സറൊക്കെ വെച്ച് ഒന്ന് സിസ്റ്റം. അമ്പോ, ഇങ്ങനൊരു ചെറുപ്പക്കാരനെ വന്ന അന്ന് എന്നെ കാണാൻ പറ്റിയില്ല, സന്തോഷം ഉണ്ടാ. അപ്പൊ എന്ത് വരും വെച്ചോ, അതിപ്പോ 4-5 ലക്ഷം രൂപ വരൂടാ. അത് ഞാൻ അങ്ങോട്ട് ഏറ്റു. ഞാൻ ഇടവകല് കാല് കുത്തി അന്ന് എന്നത് കേട്ടാൽ എനിക്ക് ഭയങ്കര സന്തോഷം. അടുത്ത ഞായറാഴ്ച തന്നെ ഞാനിത് കലക്കും പള്ളിയിൽ. കേക്കട്ടെ ഇങ്ങനൊരു ചെറുപ്പക്കാരനൂടി ഉണ്ടെന്ന് പറഞ്ഞു. അത് അടുത്ത ഞായറാഴ്ച വേണ്ടച്ചു. പിന്നെ ആ 30-ാം തീയതി കഴിഞ്ഞിട്ട് മതി. നിന്റെ ബർത്ത്ഡേ ആവൂല്ലേ? ബർത്ത്ഡേ അല്ല, അന്നാണ് ഓണം ബമ്പർ ലോട്ടറി എടുക്കുക. എന്താ കാര്യം? ഞാൻ ലോട്ടറി എടുത്തിട്ട് വെച്ചു 50 ലക്ഷം. അച്ഛൻ നല്ലോണം പ്രാർത്ഥിക്ക്. എന്തിനാ? 50 ലക്ഷം കിട്ടാൻ ഒരു ചെറിയ കമ്മീഷൻ പള്ളിക്ക്. ഈ നോട്ട് നിരോധനം ഉണ്ടായില്ലേ മോദി, എന്റെ അമ്മേ, എന്റെ പള്ളിയിലൊക്കെ നേർച്ചപ്പെട്ടിയിൽ വന്ന് വീണ 500 നോട്ടിന് കണക്കില്ല കേട്ടോ. ഭക്തി കൂടി മനുഷ്യർക്ക്. എന്തോരം ഭക്തരാണെന്നറിയോ അന്ന് കണ്ടത് പള്ളിയില്. നേർച്ചപ്പെട്ടിയിൽ വന്നിട്ട് ഈ പഴുതൊന്ന് കുറച്ചുകൂടി വലിപ്പക്കണച്ചോ, കയറ്റാൻ പറ്റണില്ല എന്ന് വിളിക്കുന്നു. അത്രമാത്രം കാശാണ്. സഹോദരങ്ങളെ, നമ്മൾ ദൈവത്തിന്റെ സന്നദ്ധിയിൽ പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ. പ്രാർത്ഥിക്കുവാൻ എല്ലാവർക്കും ഒരു കാരണമുണ്ട്. സൈക്കിൾ അതർ ഭക്തി 3 ചന്ദനത്തിൽ. മനസ്സിലായില്ല? ഇതാണ് മനുഷ്യൻ. പ്രാർത്ഥന കർത്താവിന്റെ മുൻനിധിയിൽ വന്നിട്ട് കച്ചവടം നടത്തി കാര്യങ്ങൾ നേടലല്ല പ്രിയമുള്ളവരെ. മനസ്സിനോട് ചേർത്ത് വെക്കലാണ്. യേശുവേ, നിന്റെ മനസ്സ് എനിക്ക് തരണം, നിന്നെ പോലെ എനിക്ക് പെരുമാറണം, നിന്നെ പോലെ എനിക്ക് ജീവിക്കണം. വേറെ ഒരു കാര്യം കൂടെ നിങ്ങൾ ഓർമ്മിപ്പിക്കുക. ഒരിക്കലും ഒരു ധ്യാനം നടക്കുമ്പോൾ ഒരു ദിവസം വന്നിട്ട് ഞാൻ ഇവിടെ പറഞ്ഞു തോന്നുന്നുണ്ട്, അച്ഛോ വീട് പണി നടക്കുന്നുണ്ട്, പ്രാർത്ഥിക്കണം. ഞാൻ പറഞ്ഞു പ്രാർത്ഥിക്കാം, വീട് പണി നടക്കട്ടെ, ഞാൻ പ്രാർത്ഥിക്കാം. കുറെ നാളായി എപ്പോഴും കാണുമ്പോഴും ആ വീട് പണി പൂർത്തിയായിട്ടില്ലല്ലോ അച്ഛാ, ഇതെന്തത്? അപ്പൊ ഞാൻ ഇവന്റെ കൂട്ടുകാരോട് ചോദിച്ചു, എന്തുട്ട ഇവര് വീട് പണി കഴിയണില്ലത്? ആര്യാണ്? അന്തോണിയുടെ വീട് പണിക്ക് വേണ്ടി അച്ഛൻ പ്രാർത്ഥിക്കണേ. അതെ, 5 കോടിയുടെ വീട് പണിയാണ്. 5 കോടിയുടെ വീട്, 5 കോടിയുടെ വീട് പണി കഴിയാൻ വേണ്ടി ഞാൻ തമ്പുരാനോട് പ്രാർത്ഥിച്ച് എങ്ങനെ ഇരിക്കുന്നു നിങ്ങൾ ആലോചിച്ച് നോക്കിയ. ഇവിടെ ചെറ്റക്കുടില് കഴിയുന്നവർ വാടകയ്ക്ക് താമസിക്കുന്ന ഇവിടെ 5 കോടിയുടെ വീട് പണിയും. മാതാപിതാക്കളെ, നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തികളും തമ്പുരാൻ വിലയിരുത്തും. ഉറപ്പാണ്. നിനക്ക് സമ്പത്തുണ്ട്, നിനക്ക് ഇഷ്ടമുള്ളതൊക്കെ ചെയ്യാം. പക്ഷെ ചെയ്യുമ്പോൾ തമ്പുരാൻ കണ്ണുകൊണ്ട് നോക്കും നിന്റെ മനസ്സിലേക്ക്. നിന്റെ ലക്ഷ്യം എന്താണ്? നിനക്ക് ഞാൻ പലതും തരും. പ്രിയമുള്ളവരെ, കർത്താവിന്റെ പ്രാർത്ഥന എന്താണെന്നറിയോ? കർത്താവിന്റെ പ്രാർത്ഥന, കഴിയുമെങ്കിലീ പാനപാത്രമൻ പ്രിയതാദാ മാറ്റിത്തരണമേ, താണു ദൈവത്തിൻ സുനുഭൂമിയിൽ വീണുതാതനോടർത്തിച്ചു. ഈശോയുടെയും പിതാവിന്റെയും മനസ്സിന്റെ ഐക്യം കണ്ട നിങ്ങള്? അതാണ് പ്രാർത്ഥന. മനസ്സും ഒന്നിച്ചു നിൽക്കുന്നതാണ് പ്രാർത്ഥന. എന്താ പറഞ്ഞത്? ഭയങ്കര വേദനയുണ്ട്, പക്ഷെ നിന്റെ ഇഷ്ടം പോലെ മതി. കണ്ടോ? അതാണ് പ്രാർത്ഥന. മാതാവ് എങ്ങനെ പ്രാർത്ഥിച്ചെന്നറിയോ? അയ്യോ, എനിക്കറിയില്ലല്ലോ പുരുഷനെ. ഭയപ്പെടേണ്ട, ശക്തനായവൻ വലിയ കാര്യം നിനക്ക് ചെയ്തു തരും. മാതാവ് എന്താ പറഞ്ഞേ? ഇതാ കർത്താവിന്റെ ദാസി. അടുത്ത് പറ, നിന്റെ ഇഷ്ടം പോലെ. നമ്മൾ ദൈവത്തോട് പറയുന്നത് എന്റെ ഇഷ്ടം പോലെ നീ കേൾക്കണേ. നമ്മളെങ്ങനെയാണെന്നറിയോ? ധ്യാനം കൂടി പ്രാർത്ഥിച്ച് അവസാനം കർത്താവിന്റെ മനസ്സിന് മാനസാന്തരം വരുത്തി എന്റെ ഇഷ്ടം പോലെ ഞാൻ ആക്കും. പല ആൾക്കാരും പ്രാർത്ഥിച്ച് കർത്താവിന്റെ മനസ്സ് മാറാനാണ്. കർത്താവിന്റെ മനസ്സ് മാറിയിട്ട് എന്റെ ഇഷ്ടം പോലെ കർത്താവ് അങ്ങോട്ട് അനുസരിക്കണം.